വർക്ക് ചെയ്ത് കൊടുക്കാൻ എത്ര പണിയില്ല, പക്ഷെ അതിന് പൈസ വാങ്ങിയെടുക്കാനാണ് പണി. അപ്പോൾ 1000 അല്ല 5000 ഞാൻ തരട്ടോ, അടുത്ത മാസം തരട്ടോ. സ്ഥിരം സർവീസ് പ്രൊവൈഡേഴ്സും ഫ്രീലാൻസേഴ്സും കമ്പനി ഓണേഴ്സും കേൾക്കുന്ന ഡയലോഗ് ഉണ്ട്, എടാ ഒരു 5000 ഒരു 10,000 അത് അടുത്ത മാസം തരടാ. അപ്പോൾ ഈ ഒരു 5000 കിട്ടിയിട്ട് നമ്മളെ വീട് വെക്കൊന്നുമില്ലല്ലോ, കാർ വാങ്ങുന്നില്ല, ചെറിയ എമൗണ്ട് ഇല്ല എന്നുള്ള ധാരണയിലാണ് ഓപ്പോസിറ്റ് ആൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ 5000, 10,000, 5, 10, 20 പേര് ഇവർക്ക് കൊടുക്കാനുണ്ടാവും. സോ ഇതൊരിക്കലും ഒരു ബിഗ് എമൗണ്ട് ഒക്കെയാണ് ചിലപ്പോൾ അവർ ചോദിക്കും, പെട്ടെന്ന് തന്നെ ചോദിക്കും നമ്മൾ, ഓക്കെ എനിക്കൊരു 2 lakhs അല്ലെങ്കിൽ 3 lakhs കിട്ടാനുണ്ട്, അതൊന്ന് അയച്ചു തരുന്നു ചോദിക്കും. 5000 ഒക്കെ നമുക്കും ചോദിക്കാൻ ചിലപ്പോൾ 5000 എന്നല്ല 1000 ഒക്കെ ആണെങ്കിൽ തന്നെ ചോദിക്കാൻ ചിലപ്പോൾ മടിയൊക്കെ. നമുക്കൊരിക്കലും ക്ലയന്റിനോട് പറയാനില്ല എനിക്ക് EMI ഉണ്ട്, എനിക്ക് 15,000 EMI ഉള്ളതാണ്, പ്ലീസ് നിങ്ങൾ 5000 അയച്ചു തരും, നമുക്ക് ഒരിക്കലും ക്ലയന്റിനോട് പറയാനില്ല. ബിക്കോസ് അത് നമ്മളൊരു ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന കേസാണ്. സോ ഒരു ഭാഗത്ത് നമ്മൾ സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും, അത് ഇങ്ങനെ ചോദിക്കാറുള്ളത്. മറുഭാഗത്ത് നമുക്ക് ആ ക്യാഷ് കിട്ടിയേ പറ്റുള്ളൂ, കാരണം 5-10 ആൾക്കാർ പൈസ കിട്ടണ്ടാവും. സോ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു വർക്ക് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് ക്ലിയർ ചെയ്യാനുള്ള ബേസിക് തിങ് ആണ്. അത് ആ കമ്പനി നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കും, ആളുടെ ഫാമിലിനെ ബാധിക്കും, ആളുടെ വീട്ടിൽ അരി വാങ്ങുന്നൊക്കെ ആ പൈസ കൊണ്ടേ കയറാം. സോ ആ